നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ട്രാൻസ്ഫർ ജാലകം ഇനി ഒരാഴ്ച കൂടി തുറന്നിരിപ്പുണ്ടല്ലോ. ആ ദിവസങ്ങളിൽ ചിലതൊക്കെ സംഭവിക്കും, അതിവേഗം ചില നീക്കങ്ങൾ നടത്തും എന്ന് ഇന്നലെ പറഞ്ഞത് എൻസോ മാരേസ്കയാണ്. ഇന്നലത്തെ സിറ്റിയുടെ മത്സര ശേഷം എൻസോ മാരേസ്ക പറയുന്നു ചിലതൊക്കെ സംഭവിക്കുമെന്ന്. ഏതായാലും അത് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്പെയിനിൽ നിന്ന് ഹോസെ ആൽവരസ് ഹയ, അദ്ദേഹം എൽ ചിരിങ്കിറ്റോയുടെ റിപ്പോർട്ടറാണ്. അദ്ദേഹം പറയുന്നു ഫ്രങ്കി ഡിയോങ്ങിനായിട്ടും മാഞ്ചസ്റ്റർ സിറ്റി നീക്കങ്ങൾ നടത്തിയിരിക്കുന്നുവെന്ന്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മധ്യനിര ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിലും ഇന്നലത്തെ പ്രീമിയർ ലീഗ് മത്സരത്തിലും ഒക്കെ തെളിഞ്ഞ് കണ്ടതാണ്. പയു ബുവാദി അവരെത്തിക്കാൻ പോകുന്നു, പക്ഷേ പയ്യൻ 18 വയസ്സേ ഉള്ളൂ. വലിയ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോഴേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് എൻസോ ഫെർണാണ്ടസിനായിട്ട് അവരുടെ നീക്കങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കൃത്യമായ രൂപത്തിലേക്ക് വളർന്നിട്ടില്ല. അപ്പോഴാണ് ഫ്രങ്കി ഡിയോങ്ങിനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഫ്രങ്കിയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത സ്ഥിതിവിശേഷമാണ്. അപ്പോൾ മധ്യനിരയിൽ റോഡ്രിയും പെഡ്രിയും ഗാവിയും ഇങ്ങനെ മികച്ച താരങ്ങൾ അവർക്കുണ്ട്. ഫ്രങ്കി ഡിയോങ്ങിന് എത്രത്തോളം പ്ലെയിൻ ടൈം ലഭിക്കും എന്നുള്ളതും ഒരു ചോദ്യമാണ്. മാത്രമല്ല വേൾഡ് കപ്പിനിടയ്ക്ക് പരിക്ക് പറ്റിയിട്ടും അദ്ദേഹം കളി തുടർന്നെന്നും ബാഴ്സലോണയുടെ കാര്യത്തിൽ അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയവുമാണ്. ഇപ്പോൾ ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താരം ക്ലബ്ബ് വിടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതിനിടക്കാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി താരത്തിനായിട്ട് നീക്കം നടത്തുന്നു എന്ന വാർത്ത വരുന്നത്. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അയാക്സിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് എത്തി അവിടെ തൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം കെട്ടിപ്പടിക്കാനുള്ള ടാലൻറ്റ് ഫ്രങ്കി ഡിയോങ്ങിനുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ആ ഒരു ലെജൻഡറി സ്റ്റാറ്റസിലേക്ക് അദ്ദേഹം പോയില്ല. പലപ്പോഴും പരിക്ക് വില്ലനായിട്ടുമുണ്ട്. എന്തായാലും ഇതാ വരുന്ന മണിക്കൂറുകൾ, ഈ ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഈ അവസാന മണിക്കൂറുകൾ, അവസാന ദിനങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.